നമസ്കാരം. ഭഗവാനെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നവരാണ് പലരും. അത്തരത്തിൽ പോകുന്ന ഭക്തരുടെ ജീവിതത്തിൽ അത്ഭുതകരമായ നേട്ടങ്ങൾ തന്നെ വന്നു ചേരും. ഭഗവാന്റെ നാമം നാവിൽ വന്നു ചേരുന്നതിലൂടെ പോലും, അറിയാതെ നാം പറയുന്നതിലൂടെ പോലും നമ്മുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തും. അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില ശുഭകരമായ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ തൊടുകുറിയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. അതിനായി തന്നിരിക്കുന്നത് 3 ചിത്രങ്ങളാകുന്നു. 3 ഉണ്ണിക്കണ്ണന്മാരുടെ ചിത്രങ്ങൾ. ഈ ചിത്രങ്ങളിൽ നിന്നും ഒരു ചിത്രം, ഭഗവാന്റെ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. ആ ചിത്രവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില ശുഭകരമായ ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനായി ഏവരും ഇപ്പോൾ കണ്ണുകൾ അടച്ച് ഒരു നിമിഷം ഭഗവാനെ പ്രാർത്ഥിക്കുക. ജീവിതത്തിലേക്ക് ശുഭകരമായ വാർത്തകൾ വന്നു ചേരണം എന്ന് പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന ആ കഷ്ടതകളും ദുരിതങ്ങളും ഒഴിയണം എന്ന് ഭഗവാനോട് ഒരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിക്കുക. ഏവരും കണ്ണുകൾ അടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കുക. ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സകല ദുരിതങ്ങളും കഷ്ടതകളും ഒഴിഞ്ഞ് സൗഭാഗ്യങ്ങൾ തേടിയെത്തണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുക. ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുക. ഏവരും പ്രാർത്ഥിച്ചു എന്നാണ് കരുതുന്നത്. ഇനി ചെയ്യേണ്ടത് ഏവരും പതുക്കെ കണ്ണുകൾ തുറക്കുക എന്ന കാര്യമാകുന്നു. കണ്ണുകൾ തുറന്ന് ഇപ്പോൾ കാണുന്ന ഈ 3 ചിത്രങ്ങളിൽ ഭഗവാന്റെ ഒരു ചിത്രം, 3 ഉണ്ണിക്കണ്ണന്മാരിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഏവരും തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാൻ പോകുന്നത്. അതിന് മുന്നോടിയായി ഏവരും കമന്റ് ബോക്സിൽ ഭഗവാനെ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട്, ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ എന്നോ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നോ രേഖപ്പെടുത്തുക. ഇന്നേ ദിവസം നടത്തുന്ന, ഏകാദശി ദിവസം നടത്തുന്ന വിശേഷാൽ പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. ആദ്യത്തെ ഉണ്ണിക്കണ്ണന്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. പങ്കാളിയുമായി കൂടുതൽ അടുക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൈവരും. അത് നിങ്ങളുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും പരിഹരിക്കുവാനുള്ള അവസരമായി തന്നെ വന്ന് ചേരുന്നതാകുന്നു. ഇത്തരത്തിലൊരു ശുഭവാർത്തകൾ, ശുഭകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. കലാമേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ കലാമേഖലയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്ന ചില അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. പ്രശസ്തി നേടുവാനുള്ള ചില അവസരങ്ങൾ വന്നു ചേരും. അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുക. സർഗാത്മകത വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത്. കൂടാതെ സ്നേഹിക്കുന്നവരുമായി കൂടുതൽ അടുക്കുവാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കും. ബന്ധം കൂടുതൽ ദൃഢമാകുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെ പറയാം. കൗശലമായി തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. വിവാഹവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ അനുകൂലമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും. മംഗളകാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. മംഗളകരമായ കാര്യങ്ങൾ സംഭവിക്കും. അത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ പോലുമാകാം. പുതിയ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം. തൊഴിലുമായി ബന്ധപ്പെട്ടോ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ അത്തരത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. പുതിയ അറിവുകൾ പലരിൽ നിന്നും നേടിയെടുക്കുവാൻ, അല്ലെങ്കിൽ പല തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗപ്രദമാകുന്ന അറിവുകൾ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. ഉയർന്ന തസ്തിക ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. വെല്ലുവിളികൾ പല ആളുകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നേരിടേണ്ടതായി വരും. എന്നാൽ അത്തരം വെല്ലുവിളികളെ പ്രതിരോധിച്ച് വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുന്ന അവസരങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ട്. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നിങ്ങൾക്ക് കുറയ്ക്കുവാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. എന്നാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഈശ്വരാധീനം വർദ്ധിപ്പിക്കുക, അഥവാ ഭഗവാന്റെ അനുഗ്രഹം തീർച്ചയായും നിങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതാകുന്നു.
തീർച്ചയായും നിത്യവും ഭഗവാനെ ആരാധിക്കുക, ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുക, സാധിക്കുന്ന അവസരങ്ങളിലെല്ലാം തന്നെ ഭഗവാന്റെ സമക്ഷം എത്തേണ്ടത് അനിവാര്യമാകുന്നു. ക്ഷേത്രത്തിൽ എത്തുക. അതേപോലെ തന്നെ നിത്യവും ഭഗവാന്റെ കാൽപാദങ്ങളിൽ ഒരു തുളസിയില സമർപ്പിക്കുന്നത് ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും ഓർക്കുക. പ്രത്യേകിച്ചും എല്ലാ ദിവസവും രാവിലെ ഇപ്രകാരം ചെയ്യുവാൻ നിങ്ങൾ ശ്രമിക്കുക. ചതി, വഞ്ചന എന്നിവ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഇനിയും അത്തരം കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. എന്നാൽ ഭഗവാന്റെ കടാക്ഷത്താൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ വ്യക്തമായ മുന്നറിയിപ്പുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാകുന്നു. അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. കൂടാതെ കണ്ണടച്ച് ആരെയും വിശ്വസിക്കാൻ പാടില്ല എന്ന കാര്യം നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. ആ കാര്യവും പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെയാകുന്നു. രണ്ടാമത്തെ ഭഗവാന്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. പുതിയ തുടക്കം നിങ്ങൾക്ക് ആരംഭിക്കുവാൻ സാധിക്കും. കൂടാതെ സന്താനഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു അവസരം കൂടിയാണ് ഇത്. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ വാർത്തകൾ, ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. സഹാനുഭൂതി, അനുകമ്പ എന്നിവ പ്രകടിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. സന്തോഷം ജീവിതത്തിൽ വർദ്ധിക്കുവാൻ, സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സാധ്യത വളരെ കൂടുതലാണ് എന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് ആത്മീയപരമായ കാര്യങ്ങളിൽ വളരെയധികം താല്പര്യം തോന്നുകയും അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ സമയം ചിലവിടുവാൻ അല്ലെങ്കിൽ അതിനുവേണ്ടി മാറ്റി വയ്ക്കാവുന്നതാണ്, അല്ലെങ്കിൽ വയ്ക്കും എന്ന് തന്നെ പറയാം. പുതിയ ചില സൗഹൃദങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ഉയർച്ച ജീവിതത്തിൽ വന്ന് ചേരുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. അടുത്ത് തന്നെ തൊഴിൽ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു. തൊഴിലുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുവാൻ സാധിക്കുന്ന ചില അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാകുന്നു. അല്പമൊന്ന് ശ്രദ്ധിക്കുകയാണ് എങ്കിൽ ഉടനെ തന്നെ ഇത്തരം കാര്യങ്ങൾ, തൊഴിലിൽ ഉയർച്ച തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതാണ്. ഭഗവാന്റെ കടാക്ഷവും നിങ്ങളിലുണ്ട്. അതിനാൽ തന്നെ തീർച്ചയായും ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരും എന്ന് തന്നെ പറയാം. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആരോഗ്യവുമായി ബന്ധപ്പെട്ടാകുന്നു. ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ വളരെയധികം പുലർത്തേണ്ട ഒരു സമയം തന്നെയാണ് ഇത്. ആത്മീയപരമായ കാര്യങ്ങളിൽ ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടുതലും നല്ല ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ശത്രുദോഷം തുടങ്ങിയ കാര്യങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ ഒരു പരിധിവരെ ഒഴിഞ്ഞു പോകും. പല കാര്യങ്ങളിലും ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതാകുന്നു. അശ്രദ്ധയാൽ പല പ്രശ്നങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരാം. എന്നാൽ ഭഗവാന്റെ കടാക്ഷം നിങ്ങളിൽ ഉള്ളതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതൊരിക്കലും കണ്ടില്ല എന്ന് നടിക്കരുത്. പരീക്ഷണങ്ങൾ പലത് ജീവിതത്തിലേക്ക് കടന്നു വരും. ആ സമയങ്ങളിൽ ഒന്നും തന്നെ ഭഗവാനോടുള്ള വിശ്വാസം നഷ്ടപ്പെടാൻ പാടുള്ളതല്ല. പോസിറ്റീവായ ചിന്തകൾ മനസ്സിൽ വളർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. തീർച്ചയായും ഈശ്വരാധീനം, ഭഗവാന്റെ കടാക്ഷം വർദ്ധിപ്പിക്കുക തന്നെ വേണം. കവചമന്ത്രങ്ങൾ ജപിക്കുക, ഭഗവാന്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അതോടൊപ്പം നിത്യവും ഭഗവാന്റെ വിശേഷപ്പെട്ട മന്ത്രങ്ങൾ കൂടി ജപിക്കുവാൻ നിങ്ങൾ മറക്കാതിരിക്കുക. നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ആത്മബന്ധത്താൽ പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് പരിഹരിക്കുവാൻ സാധിക്കും, തരണം ചെയ്യുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. കൂടാതെ മനോബലം വർദ്ധിക്കുന്ന അവസരം കൂടിയാണ് ഇത്. ഈ കാരണത്താലും പല പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്ന് പോവുക തന്നെ ചെയ്യും. എല്ലാവരുടെയും അഭിപ്രായത്താൽ ഒരേപോലെ നിങ്ങൾ ആ തീരുമാനം എടുക്കുവാൻ പാടുള്ളതല്ല. നിങ്ങളുടെ മനസ്സിൽ പല ചിന്തകൾ കടന്ന് വരേണ്ടതാകുന്നു. മറ്റുള്ളവർ പറഞ്ഞു എന്ന രീതിയിൽ അതിനാൽ മാത്രം നിങ്ങൾ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുവാൻ പാടുള്ളതല്ല. സ്വയം ചിന്തിച്ച് അത് ശരിയാണ് എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രം മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ അബദ്ധങ്ങളിൽ ചെന്ന് ചാടുവാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു. ശരിയായ ഉപദേശങ്ങൾ മാത്രം ജീവിതത്തിൽ നിങ്ങൾ ഏറ്റെടുക്കുക അഥവാ സ്വീകരിക്കുക. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ കടാക്ഷമുണ്ട്. ആ കടാക്ഷത്താൽ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്തും. ഈ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും തീർച്ച തന്നെയാകുന്നു. ഭഗവാന്റെ മൂന്നാമത്തെ ചിത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ
ഫലം ഇപ്രകാരമാകുന്നു. നേട്ടങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ പരമാവധി പരിശ്രമിച്ചിട്ടും ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കാത്ത അവസ്ഥയാണ് നിങ്ങൾക്കുള്ളത്. എന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ചില വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ആഗ്രഹങ്ങൾ നടക്കും എന്ന് തന്നെയാണ് ഫലം. എന്നാൽ കഠിനമായ പ്രയത്നങ്ങൾ നിങ്ങൾക്ക് അനിവാര്യമായി വരും. അതിനാൽ കഠിന പ്രയത്നത്തോടെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ആഗ്രഹങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ദുരിതപൂർണമായ അവസ്ഥകൾ ഉണ്ടായിരുന്നു എങ്കിലും അതെല്ലാം വഴിമാറിപ്പോകുന്ന അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പ്രയാസങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുന്ന ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അത് ഭഗവാന്റെ കടാക്ഷത്താൽ കൂടിയാണ് എന്ന കാര്യം മറക്കാതിരിക്കുക. ദീർഘനാൾ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സമ്മാനമായോ അല്ലെങ്കിൽ നിങ്ങൾക്കത് നേടിയെടുക്കുവാനോ സാധിക്കുന്നതാകുന്നു. യാത്ര, അതേപോലെ തന്നെ ഉല്ലാസയാത്ര എന്നിവയ്ക്ക് സാധ്യത കൂടുതലാകുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ പിന്തുണ നിങ്ങളിൽ വന്നു ചേരുവാൻ അഥവാ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ, പ്രധാനമായും ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ സൗഭാഗ്യപരമായ കാര്യങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ വന്നു ചേരും. പണം അമിതമായി ചെലവാക്കാനുള്ള പ്രേരണ നിങ്ങളിലേക്ക് വന്ന് ചേരാവുന്നതാകുന്നു. എന്നാൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കേണ്ടതാകുന്നു. രഹസ്യം പുറമെ പറയാതിരിക്കുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒറ്റപ്പെടൽ നിങ്ങൾക്ക് അനുഭവിച്ചിട്ടുള്ളവരാണ് എന്ന് തന്നെ പറയാം. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഇത്തരം അവസ്ഥകൾ വഴിമാറിപ്പോകും എന്ന് തന്നെ പറയാം. കർമ്മരംഗത്ത് ഉള്ള ആ പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന പല തെറ്റിദ്ധാരണകളും അത് നിങ്ങൾ തിരുത്തേണ്ടത് അനിവാര്യമാണ് എന്ന് തന്നെ പറയാം. പല കാര്യങ്ങളിലും അമിതമായ ചിന്തകൾ നിങ്ങൾക്കുണ്ട്. എന്നാൽ അത്തരം ചിന്തകൾ നിങ്ങൾക്ക് ഒഴിവാക്കി മുന്നോട്ടു പോകുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. സ്നേഹിക്കുന്നവർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന ഭയം നിങ്ങൾക്ക് പലപ്പോഴുമുണ്ട്. എന്നാൽ അത്തരത്തിൽ ഒരു ഭയത്തിൻ്റെ ആവശ്യമില്ല എന്ന കാര്യവും ഓർക്കുക. ശ്രദ്ധ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഏകാഗ്രതയോടെ മുന്നോട്ടു പോകുവാനും വിജയം നേടുവാനും നിങ്ങൾക്ക് സാധിക്കും. ആത്മവിശ്വാസം, അർപ്പണബോധം എന്നിവ നിങ്ങളിൽ ഉയരുന്നതാകുന്നു. ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. പ്രശസ്തി നിങ്ങളെ തേടിയെത്തും എന്ന കാര്യവും ഓർത്തിരിക്കേണ്ട ഒന്ന് തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ആ ദുരിതങ്ങൾ ഒഴിവാക്കുവാൻ സഹായകരമായ ചില ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അഥവാ ചില വഴികൾ നിങ്ങൾക്ക് മുൻപിൽ ഭഗവാൻ തന്നെ തെളിയിക്കും അഥവാ കാട്ടിത്തരും എന്ന കാര്യം ഓർക്കുക. ആ വഴിയിലൂടെ മുന്നോട്ട് പോകേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. നിങ്ങൾ തീർച്ചയായും ഭഗവാനെ നിത്യവും ആരാധിക്കുകയും ഭഗവാന്റെ സമക്ഷം അഥവാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ മറക്കാതിരിക്കുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരും.